ജസ്ന തിരോധാന കേസിൽ അച്ഛൻ ജെയിംസിന്റെ വാദങ്ങൾ തള്ളി സിബിഐ. ജസ്ന ഗർഭിണിയായിരുന്നില്ലെന്നും രക്തം പുരണ്ട വസ്ത്രം കണ്ടെത്തിയിട്ടില്ലെന്നും അന്വേഷണ ഉദ്യോഗസ്ഥൻ തിരുവനന്തപുരം CJM കോടതിയെ അറിയിച്ചു. ചില പ്രധാന കാര്യങ്ങൾ സിബിഐ അന്വേഷിച്ചിട്ടില്ലെന്ന് ജെയിംസ് ജോസഫ് ആവർത്തിച്ചു. സിബിഐ അന്വേഷണം അവസാനിപ്പിക്കുന്നതിനെതിരായ ഹർജിയിൽ കോടതി ഈ മാസം 23-ന് വിധി പറയും. പിതാവ് ജെയിംസ് ജോസഫിന്റെ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥൻ നിപുൺ ശങ്കർ കോടതിയിൽ നേരിട്ടെത്തി അറിയിച്ചു. ജസ്ന ഗർഭിണിയായിരുന്നില്ല. കാണാതായ ജസ്നയുടേതെന്ന് ആരോപിക്കപ്പെടുന്ന രക്തം പുരണ്ട വസ്ത്രം കണ്ടെത്താനായിട്ടില്ലെന്നും CBI വ്യക്തമാക്കി. എന്നാൽ കേസിലെ ചില പ്രധാന ഭാഗങ്ങൾ CBI അന്വേഷിച്ചിട്ടില്ലെന്ന ആരോപണത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ജസ്നയുടെ പിതാവ്. ജസ്ന 4 വ്യാഴാഴ്ചകളിൽ കോളേജിൽ പോയിരുന്നില്ല. വ്യാഴാഴ്ച പ്രാർത്ഥനയ്ക്കായി ജസ്ന പോയിരുന്നു എന്നതിന് കൃത്യമായ തെളിവുണ്ട്. അന്വേഷണ സംഘം എത്തിപ്പെടാത്ത കാര്യത്തിലേക്ക് തങ്ങൾ എത്തിയിട്ടുണ്ടെന്നും ജസ്നയുടെ പിതാവ്. കേസ് ഫയൽ നമ്മൾ കോടതിയിൽ നിന്ന് എടുത്തു പഠിച്ചപ്പോൾ ഇവർ എത്തിപ്പെടാത്ത ചില കാര്യങ്ങളിലേക്ക് നമ്മൾ വന്നു. ഇവർ ചിന്തിക്കാത്ത പോയിന്റിലേക്ക് ഞങ്ങളെത്തി. ജസ്ന തിരോധാന കേസിൽ ഈ മാസം 23-ന് കോടതി വിധി പറയും. ജസ്ന ജീവിച്ചിരിപ്പില്ലെന്ന് കഴിഞ്ഞ ദിവസം ജെയിംസ് കോടതിയെ അറിയിച്ചിരുന്നു. കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിലാണ് ഇക്കാര്യം പറയുന്നത്. ജസ്നയുടെ അജ്ഞാത സുഹൃത്തിനെ കുറിച്ചുള്ള വിവരങ്ങൾ തന്റെ പക്കലുണ്ടെന്നും സമയമാകുമ്പോൾ കോടതിയിൽ കൈമാറുമെന്നും സത്യവാങ്മൂലത്തിൽ പറയുന്നു. റിപ്പോർട്ടർ, തിരുവനന്തപുരം.